സോ യെസ്, വെൽക്കം ടു യുവർ എക്കണോമിക്സ് ക്ലാസ്സസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പബ്ലിക് ഫിനാൻസിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. എന്താണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്? മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് പരാജയപ്പെടുന്നു. എങ്ങനെയായിരിക്കും ഇവിടെ ഒരു മാർക്കറ്റ് പരാജയപ്പെടുന്നത്? എടാ, ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ആ മാർക്കറ്റിനെ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് വിട്ടാൽ, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ള റീസൺസ് ആണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ യെസ്. So how market fail? Market failure is a situation in which the free market leads to misallocation of society's scarce resources. മാർക്കറ്റിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഫ്രീ മാർക്കറ്റ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ അതെന്തിലേക്ക് ലീഡ് ചെയ്യും? മിസ് അലോക്കേഷൻ ഓഫ് സൊസൈറ്റി സ്കേഴ്സ് റിസോഴ്സ്. സൊസൈറ്റിയുടെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ മിസ് അലോക്കേറ്റ് ചെയ്യും. ഇൻ ദ സെൻസ് ദാറ്റ് there is overproduction and underproduction of goods and services leading to less than optimal outcome. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഫ്രീ മാർക്കറ്റ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന് വിട്ടു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ഇവിടെ ചിന്തിക്കുന്നത്? അവര് ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ച് ആലോചിക്കില്ല. അവരുടെ ചിന്ത എന്തായിരിക്കും? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പം ആ ചിന്തയുമായിട്ടായിരിക്കും പ്രൈവറ്റ് പ്ലെയേഴ്സ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് സൊസൈറ്റിയുടെ സ്കേഴ്സ് റിസോഴ്സസ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇല്ലേ, അതിനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് സൊസൈറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല, അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ അവരെ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാവുന്ന ഗുഡ്സ് അവരെന്ത് ചെയ്യും? ഓവർ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് ആവശ്യമുള്ള അധികം പ്രോഫിറ്റ് ഒന്നും തരാത്ത ഗുഡ്സുകൾ എന്ത് ചെയ്യും? അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് അവരുടെ വെൽഫെയറിന് പ്രോബ്ലം വരുമല്ലോ. അവർക്ക് അധികം പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുഡ്സ് അല്ല അത്. അതുകൊണ്ട് തന്നെ അത് അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെ? ഫ്രീ മാർക്കറ്റിൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ല. പക്ഷെ ഫ്രീ മാർക്കറ്റിലേക്ക് വിട്ടപ്പോൾ, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ ഇടയ്ക്ക് വിട്ടപ്പോൾ അവരെന്ത് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സസിനേക്കാൾ ഈ വെൽഫെയർ കിട്ടുന്ന ഗുഡ്സ് കൂടെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാതെ ആ ഹ്യൂമൻ റിസോഴ്സിനെയും അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെയൊക്കെ എങ്ങോട്ട് മാത്രം യൂസ് ചെയ്ത് അവർക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാം. ഓക്കെ, അതാണ് അപ്പം മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. എന്താണ് അപ്പം മാർക്കറ്റ് ഫെയിലിയർ? ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഫ്രീ മാർക്കറ്റ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ഫ്രീ മാർക്കറ്റ് ലീഡ്സ് ടു മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അവരുടെ കയ്യിലുള്ള റിസോഴ്സസിനെ അവർ മിസ് അലോക്കേറ്റ് ചെയ്യും. പെർഫെക്റ്റ്ലി അലോക്കേറ്റ് ചെയ്തില്ല. മിസ് അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ദ സെൻസ് ദാറ്റ് ദർ ഇസ് ഓവർ പ്രൊഡക്ഷൻ. ചില ഗുഡ്സ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആയിരിക്കും. ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ചില ഗുഡ്സും സർവീസസും ഒക്കെ അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതായത് സത്യത്തിൽ അത് കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാത്തോണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ. അതാണ് അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സംഭവിക്കും, ലീഡിങ് ടു ലെസ് ദാൻ ഒപ്റ്റിമൽ ഔട്ട്കം. ഒരു എക്കണോമിക്ക് വേണ്ട ഒപ്റ്റിമൽ ഔട്ട്കമ്മിലേക്ക് എത്തത്തില്ല. അവരുടെ ഇഷ്ടം, തന്നിഷ്ടം, അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് ഉള്ള ഗുഡ്സുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥ. അങ്ങനെ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ എന്താ ഇത്? മാർക്കറ്റിലല്ലോ. മാർക്കറ്റ് ഫെയിലിയർ സിറ്റുവേഷൻ ഇൻ വിച്ച് ഫ്രീ മാർക്കറ്റ് ലീഡ്സ് ടു മിസ്അലോക്കേഷൻ ഓഫ് സൊസൈറ്റീസ് സ്കേഴ്സ് റിസോഴ്സസ്. സൊസൈറ്റിയിലുള്ള സ്കേഴ്സ് റിസോഴ്സസ് മിസ്അലോക്കേറ്റ് ചെയ്യുന്നു. ഇൻ ദ സെൻസ് ദാറ്റ് ദർ ഇസ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലീഡിങ് ടു ലെസ് ദാൻ ഒപ്റ്റിമൽ ഔട്ട്കം. ഓക്കെ, യെസ്. ഇനി എടാ, നമ്മള് ഫൗണ്ടേഷൻ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ഫ്രീ മാർക്കറ്റിൽ വിട്ടുകൊടുത്ത്, അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ട ഓരോ എക്കണോമിക്സുകൾ ഓരോ തിയറി പറയും. ഓക്കെ, അപ്പം ഫൗണ്ടേഷൻ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ CPT നിങ്ങൾ പഠിച്ചാണ്. ഫ്രീ മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവില്ല. അതായത് ഇക്വിലിബ്രിയം സപ്ലൈ ആൻഡ് ഔട്ട്പുട്ട്, ഇക്വിലിബ്രിയം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കറക്റ്റ് വേണ്ട പ്രൈസിലും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചത്. അത് തിയറി ആയിട്ട് അങ്ങനെ പറയാൻ എളുപ്പമാണ്. തിയറിയിൽ നമുക്ക് അങ്ങനെ പറയാം, ഫ്രീ മാർക്കറ്റിൽ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം പ്രാക്ടിക്കൽ വേൾഡിൽ സിനേറിയോ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ തിയറിയിൽ അങ്ങനെ പറയുമ്പോൾ, തിയറിയിൽ നമ്മൾ ഫ്രീ മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആയിട്ടുള്ള ഔട്ട്പുട്ടും പ്രൈസും ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ചില ഐഡിയൽ സിറ്റുവേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാരലൽ യൂണിവേഴ്സ്, അതായത് ഇങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഫ്രീ മാർക്കറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യത്തുള്ളൂ. എങ്ങനെ? മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് ഇക്വിലിബ്രിയം പ്രൈസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കത്തുള്ളൂ. ആ കണ്ടീഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം. പക്ഷെ ഒരു റിയൽ വേൾഡിൽ ആ കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല.
മനസ്സിലായില്ലേ? അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ന്യൂമറസ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു അവസ്ഥ. അതുപോലെ ആ പ്രോഡക്റ്റ് എല്ലായിടത്തും ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കുന്ന അവസ്ഥ. അതായത് നമ്മളിപ്പോ ഈ ആപ്പിള് എല്ലാ കടകളിലും എല്ലാ സപ്ലയേഴ്സും ഒരേ ടൈപ്പ് ഒരേ ക്വാളിറ്റിയിലുള്ള ആപ്പിളാണ് വിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണോ? അല്ല. ചിലത് ഡിഫറെന്റ് ഡിഫറെന്റ് ക്വാളിറ്റി സ്റ്റൈൽ, ഒരുപാട് ക്വാളിറ്റി ഡിഫറെന്റ്, ഒരേ പ്രോഡക്റ്റ് എന്ന് ഒരുപാട് ക്വാളിറ്റിയിലുള്ളതുണ്ട്. ഇപ്പൊ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, അതേസമയം ബഡ്ജറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. ഓരോ പ്രൊഡക്റ്റ് എടുത്താലും അതിന് ആ സെഗ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പം ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഫ്രീ മാർക്കറ്റിലോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒപ്റ്റിമൽ ഔട്ട്കം കിട്ടത്തുള്ളൂ. അതായത് ഇക്വിലിബ്രിയം സപ്ലൈ പ്രൈസും വരുന്ന ഒരു അവസ്ഥ വരത്തുള്ളൂ. പക്ഷെ ഫ്രീ മാർക്കറ്റിൽ ഒരിക്കലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള അവസ്ഥ വരത്തില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ആ പ്രോഡക്റ്റ് മേടിക്കാൻ തന്നെ ന്യൂമറസ് ബയേഴ്സും സെല്ലേഴ്സും എക്കണോമിയിൽ ഉണ്ടാക്കണം. എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ ന്യൂമറസ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവണമെന്നില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആയിരിക്കണം എല്ലാ പ്രോഡക്റ്റുകളും. എന്നാൽ ചോദിക്കേ, എല്ലാ പ്രൊഡക്റ്റുകളും ഒരേ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത് എല്ലാ സപ്ലൈസും? അല്ല. ഓരോ സപ്ലൈസും ചിലപ്പോൾ ആ പ്രോഡക്റ്റിന്റെ തന്നെ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് വിൽക്കുന്നുണ്ടായിരിക്കും, ബഡ്ജറ്റ് ക്വാളിറ്റിയിലുള്ള വിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വ്യത്യാസങ്ങൾ വരും. അപ്പം ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്നുള്ളതും പോസിബിൾ അല്ല. ഇനി ഇതൊക്കെ പോസിബിൾ ആണെങ്കിൽ തന്നെയും എന്താണ് അബ്സല്യൂട്ട് 100% ഇൻഫർമേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. എടാ, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഒരേപോലെ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിവുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വിൽക്കുന്നയാൾക്ക് അറിവ് ഇത്തിരി കൂടുതലായിരിക്കും. ഈ പ്രോഡക്റ്റിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ്. വാങ്ങിക്കുന്ന ആൾക്ക് അത്ര ഉണ്ടാവണമെന്നില്ല. അയാൾ ആ വിൽക്കുന്ന ആൾ പറയുന്നത് വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് തന്നെ ഇപ്പൊ അറിയാം, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ലോകത്തുള്ള എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുണ്ടോ? അത് വിൽക്കുന്ന ആളെ സംബന്ധിച്ച് അത് വിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്ര അറിവ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? യെസ്. അപ്പൊ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാർക്കറ്റിൽ മാത്രമാണ് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവാതിരിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു മാർക്കറ്റിൽ ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റ് ആയിരിക്കും. അതായത് ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ട് കറക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആ മാർക്കറ്റ് സിസ്റ്റം ആയിരിക്കും. ഒരിക്കലും ആ ഫേംസ് ആയിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അത് വിൽക്കുന്ന ഫേംസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കത്തില്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആ മാർക്കറ്റ് മൊത്തത്തിൽ ഡിമാൻഡിന്റെ സപ്ലൈ അനുസരിച്ചിട്ട് യൂണിറ്റ് ഇത് ഒരേ പ്രൈസ് എല്ലാ സപ്ലൈേഴ്സിനും ഒരേ പ്രൈസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, കാരണം ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ ഒരേ പ്രൈസ് ആയിരിക്കും വരുന്നത്. അതുപോലെ 100% ഇൻഫർമേഷൻ ബിറ്റ്വീൻ ബയർ. പക്ഷേ ഈ 4 കണ്ടീഷൻ, ഇതുപോലത്തെ കണ്ടീഷൻസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? അവിടെ മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഒരിക്കലും നമ്മൾ ഫ്രീ മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവത്തില്ല. റിയൽ വേൾഡ് ചുമ്മാ നമുക്കൊരു തിയറിയിൽ എങ്ങനെ പറയാന്നുള്ളതല്ലാതെ റിയൽ വേൾഡ് ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാത്തത് കൊണ്ട് തന്നെ ഫ്രീ മാർക്കറ്റിലോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? സൊസൈറ്റിയുടെ സ്കേഴ്സ് റിസോഴ്സസ് എന്ത് ചെയ്യും? സൊസൈറ്റിയുടെ സ്കേഴ്സ് റിസോഴ്സസ് അണ്ടർ പ്രൊഡ്യൂസോ ഓവർ പ്രൊഡ്യൂസോ ചെയ്യുന്ന അവസ്ഥ വരാം, മിസ്അലോക്കേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ ദ റീസൺ ഫോർ മാർക്കറ്റ് ഫെയിലിയർ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ടോപ്പ് പെർഫെക്റ്റീവ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് വർക്ക് എഫിഷ്യന്റ്ലി. കണ്ടോ, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ആയിരുന്നെങ്കിൽ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവത്തില്ല, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. പക്ഷെ മോസ്റ്റ് ഓഫൺ ദ പ്രീ റിക്വിസിറ്റ്സ് ഓഫ് കോമ്പറ്റീഷൻ ആർ അൺലൈക്ലി ടു ബി പ്രസന്റ് ഇൻ ആൻ എക്കോണമി. പക്ഷേ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷന് വേണ്ട, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന് വേണ്ട പ്രീ റിക്വിസിറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ, അതായത് ഒരു പ്രോഡക്റ്റ് തന്നെ ന്യൂമറസ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വേണം, അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ് മാത്രം എല്ലാ സപ്ലൈസും ഒരേ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം വിൽക്കേണ്ടത്, അല്ലെ ഒരു ഇൻഫർമേഷൻ ഫെയിലിയർ ഉണ്ടാവാത്ത അവസ്ഥ, അതായത് ബയേഴ്സ് സെല്ലറിനും എല്ലാം കൃത്യമായിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം ഉള്ളൊരു കണ്ടീഷന് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? സോ അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന് വേണ്ട പ്രീ റിക്വിസിറ്റ്സ് റിയൽ വേൾഡിൽ ഒരിക്കലും പോസിബിൾ അല്ല, എല്ലാം ഒരുപോലെ ഉണ്ടാവാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്കണോമിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണെന്നല്ല, ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആർ സിറ്റുവേഷൻ ഇൻ വിച്ച് എ പർട്ടിക്കുലർ മാർക്കറ്റ് ലെഫ്റ്റ് ടു ഇറ്റ്സെൽഫ് ഈസ് ഇൻഎഫിഷ്യന്റ്. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഫ്രീ മാർക്കറ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിനെ അതിന്റെ ഇഷ്ടത്തിനുള്ള രീതിയിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഇൻഎഫിഷ്യന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ഫെയിലിയർ എങ്ങനെ വരുന്നു എന്നുള്ളത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാക്കുന്ന റീസൺസ് ആണ്. ഓക്കെ, എന്തൊക്കെ റീസൺസ് കാരണമായിരിക്കാം മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. 4 മേജർ റീസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? മാർക്കറ്റ് പവർ, പിന്നെന്താ, എക്സ്റ്റേണാലിറ്റീസ്, പബ്ലിക് ഗുഡ്സ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഈ 4 മേജർ റീസൺസ് കാരണം മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകുന്നു. ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട റീസൺ എന്താണ്? മാർക്കറ്റ് പവർ. സോ യെസ്,
എടാ മാർക്കറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ വേറൊരു പേരും കൂടെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും ഫൗണ്ടേഷന്. മൊണോപ്പൊളി എന്ന് പഠിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് മൊണോപ്പൊളി? മൊണോപ്പൊളി മീൻസ് അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർ മാത്രമുള്ള ഒരവസ്ഥ. അതായത് അയാൾ മാത്രമേ ആ പ്രോഡക്റ്റ് ആ എക്കണോമിയിലെ സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും? അതാണ് മാർക്കറ്റ് പവർ. നമ്മളിപ്പോ ഇവിടെ മാർക്കറ്റ് പവർ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് പവർ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് മാർക്കറ്റ് പവറിന് ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ. നമ്മൾ ഇന്ററിൽ മൊണോപ്പൊളി എന്നല്ലല്ലോ മാർക്കറ്റ് പവർ എന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് പവറിന് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഓക്കെ. ഓക്കെ, market power is also known as monopoly power. Okay, market power is the ability of a firm to profitably raise the market price of a good or service over its marginal cost. ഒരു ഗുഡിന്റെയോ സർവീസിന്റെയോ മാർജിനൽ കോസ്റ്റിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും അവർക്ക് പ്രോഫിറ്റ് റേസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് മാർക്കറ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് പവറിനെ കുറിച്ച് എന്ത് ചോദിച്ചാൽ നിങ്ങൾ ഡെഫിനേഷൻ ആദ്യം എഴുതണം. അപ്പം മാർക്കറ്റ് പവർ, എടാ ഒന്ന് ആലോചിക്കുക, മൊണോപ്പൊളി ഉള്ള ഒരു ഫേം ആണെങ്കിൽ അവിടെ അവര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവര് നിശ്ചയിക്കുന്നതാണ് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ്. കാരണം അത് കൺസ്യൂമേഴ്സിന് അത് വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അവിടെ ഒരു പ്രൊഡ്യൂസറേ ഉള്ളൂ. അപ്പൊ അവർ എത്രമാത്രം പ്രൈസ് ചാർജ് ചെയ്താലും ആ പ്രോഡക്റ്റ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രമാത്രം വേണമെങ്കിലും പ്രോഫിറ്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റേസ് ചെയ്യാനായിട്ട് പറ്റും. അത് ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് പവർ, മാർക്കറ്റിലെ ശക്തി. ഓക്കെ, അവിടെ ഒരു കൈ കൊടുത്തേക്കുന്നുണ്ടോ? ആ പവർ കാണിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് പവർ ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ എബിലിറ്റി, എന്തിനു വേണ്ടിയിട്ടുള്ള എബിലിറ്റി? ടു പ്രോഫിറ്റബിളി റേസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഗുഡ്. ഒരു ഗുഡിന്റെയോ സർവീസിന്റെയോ മാർക്കറ്റ് പ്രൈസ് പ്രോഫിറ്റബിളി എത്ര വേണേലും റേസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി. എന്തിന്? ഓവർ ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ്. അതായത് 100 രൂപയുടെ പ്രോഡക്റ്റ് ആണ്, അവർക്ക് വേണേൽ 100 രൂപയുടെ പ്രോഡക്റ്റ് 900 രൂപയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ട് 1000 രൂപയ്ക്ക് വിൽക്കുക. എന്നാലോചിച്ച് നോക്കിയേ, 10 ഇരട്ടി പ്രോഫിറ്റ് ആയിട്ട് മാത്രം. എന്നാലോചിച്ച് നോക്കിയേ, അതാണ്. അപ്പം മാർക്കറ്റ് പവർ എന്താണ്? എബിലിറ്റിയാണ് എന്തിന്റെ? ഒരു ഫേമിന്റെ. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രോഫിറ്റബിളി റേസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഓവർ ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ്. ഫേംസ് ദാറ്റ് ഹാവ് മാർക്കറ്റ് പവർ ആർ പ്രൈസ് മേക്കേഴ്സ്. മാർക്കറ്റ് പവർ ഉള്ള ഫേംസ് അവരെ എന്താണെന്ന് അറിയപ്പെടുന്നു? അവരായിരിക്കും പ്രൈസ് മേക്കേഴ്സ്. കാരണം അവർ മാത്രമേ വിൽക്കുന്നുള്ള പ്രോഡക്റ്റ്. അപ്പൊ അതിന്റെ പ്രൈസ് അവർ ഫിക്സ് ചെയ്താൽ പോരെ? അവർക്ക് അല്ല, മാർക്കറ്റ് ആയിരിക്കത്തില്ല ഫിക്സ് ചെയ്യുന്നത്. അതായത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആ മൊത്തത്തിലായിരിക്കും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്, മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ കേസിൽ മൊണോപ്പൊളിയാണ്, അവിടെ ഒറ്റ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ തീരുമാനിക്കും ആ പ്രോഡക്റ്റിന് ആ മാർക്കറ്റിൽ എത്ര രൂപ വിലക്ക് വിറ്റ് പോകണമെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് അവർ എന്തെന്ന് അറിയപ്പെടും? പ്രൈസ് മേക്കേഴ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിഫൈൻ ചെയ്തിട്ട് മാർക്കറ്റ് പവർ ഉള്ള ഫേംസിന് എന്തെന്ന് അറിയപ്പെടും? പ്രൈസ് മേക്കേഴ്സ് എന്ന് അറിയപ്പെടും. So it can cost the single producer or small number of producers to produce and sell lesser output that would be produced in a competitive market. ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിനെയും സർവീസിനെയും കട്ടി ലെസർ ഔട്ട്പുട്ട് ആയിരിക്കും എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? മാർക്കറ്റ് പവർ അല്ലെ മൊണോപ്പൊളി പവർ ഉള്ള ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം? എടാ നമുക്കിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ഫേം, നമ്മളുടെ ഈ വർഷത്തെ ടാർഗറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ 1,00,000 രൂപ, നമ്മൾ 1000 1000 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 100 രൂപ വെച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പൊ 100 രൂപ വെച്ചിട്ട് വിൽക്കുമ്പോൾ എത്രയാണ്? 1000 × 100, 1,00,000 രൂപ നമുക്ക് വരും ടോട്ടൽ ടേൺ ഓവർ. അപ്പൊ 1,00,000 രൂപ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 1,00,000 രൂപ പ്രോഫിറ്റ് അന്വേഷിച്ചിട്ട് നമ്മൾ മൊണോപ്പൊളി ആണെങ്കിൽ നമുക്ക് വേണേൽ എന്ത് ചെയ്യാം? 1000 എന്നുള്ളത് വെട്ടി 500 ആക്കിയാലും, എന്നിട്ട് നമ്മൾ പ്രൈസ് എത്ര ആക്കുന്നു? 100 എന്നുള്ളത് 200 ആക്കും. അപ്പൊ എത്ര വരും ഇവിടെ പ്രോഫിറ്റ്? 500 × 200, അപ്പോഴും 1,00,000 വന്നിട്ടേ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മണി മാത്രമാണ് മാറ്റർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ അളവ് കുറച്ചിട്ട് നമുക്ക് കൂടുതൽ അതിനകത്ത് കോസ്റ്റ് കൂടുതലാക്കി വെച്ചിട്ട്, അല്ലെ പ്രൈസ് കൂടുതലാക്കി വെച്ചിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. മൊണോപ്പൊളി പവറുള്ള ഒരു ഫേമിന് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 1000 ഡിമാൻഡ് ഉണ്ട്, 500 ഞാൻ വെക്കുന്നുള്ളൂ. 500 ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 1000 ഡിമാൻഡ് ഉള്ള ഒരു വസ്തു 500 ഒരു സൊസൈറ്റിയിൽ വിറ്റ് പോകുന്നുള്ളൂ. കൂടുതലായിട്ട് എന്റെ ഡിമാൻഡ് പെട്ടെന്ന് കൂടും. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര രൂപ ചാർജ് ചെയ്താലും അവർ തരുന്ന ഒരവസ്ഥ വരും. അപ്പം 1000 പ്രോഡക്റ്റുകൾ 100 രൂപയ്ക്ക് വിറ്റാലും, 500 പ്രോഡക്റ്റുകൾ 200 രൂപയ്ക്ക് വിറ്റാലും എനിക്ക് 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 500 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? കാരണം എനിക്ക് ലെസ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് എത്ര വേണേൽ പ്രൈസ് ചാർജ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് ആ പ്രോഫിറ്റ് എനിക്ക് വേണ്ടത്ര എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും.
അപ്പം ആ ഒരു അതായത് എന്താണ് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ നടക്കുമോ? നമ്മൾ പ്രോഡക്റ്റ് കുറച്ചിട്ട് പ്രൈസ് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാളിൽ സാധനം മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കൺസ്യൂമേഴ്സിന് ഇപ്പൊ വേറൊരു ചോയ്സ് ഉണ്ട്. കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റ്. ആ പ്രോഡക്റ്റ് നിന്ന് വേറൊരാൾ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ ചിലപ്പോൾ പ്രൈസ് കുറയ്ക്കത്തില്ല, കൂട്ടത്തില്ല. അയാൾ ആ സെയിം പ്രൈസിനായിരിക്കും അത്രയും. അതുകൊണ്ട് നമ്മളിപ്പോ പ്രൈസ് കൂട്ടിയിട്ട് ഔട്ട്പുട്ട് കുറച്ചിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മുടെ ഈ ആളുകൾ മേടിക്കാൻ വരത്തില്ല. ആരുടെ അടുത്തോട്ട് പോകും? ആ കോമ്പറ്റീഷൻ ഉള്ള മറ്റേ ഒരു പ്രോഡക്റ്റിന് ഒരു എന്താണ് അവർക്കൊരു വേറൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു ചോയ്സ് ഉണ്ട് എന്നുള്ളതെന്ന് നമ്മുടെ അടുത്തേക്ക് വരാത്തൊരവസ്ഥ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ആ പരിപാടി നടക്കത്തില്ല. പക്ഷെ മാർക്കറ്റ് പവർ ഉള്ള സ്ഥലത്ത് ഒറ്റ പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എത്ര രൂപ പ്രൈസ് വെച്ചാലും അത് മേടിക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഔട്ട്പുട്ട് കുറച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതിനെ കാട്ടി ഔട്ട്പുട്ട് എവിടെ കുറവായിരിക്കും? മാർക്കറ്റ് പവർ ഉള്ള ഒരു എക്കണോമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പവർ ഉള്ള ഒരു മാർക്കറ്റിൽ കുറവായിരിക്കും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഔട്ട്പുട്ട്. Market power can cause markets to be inefficient because it keeps price higher. പ്രൈസ് എപ്പോഴും എവിടെ ആയിരിക്കും ഹയർ? കോമ്പറ്റീഷൻ ഉള്ളിടത്താണോ അതോ മാർക്കറ്റ് പവർ ഉള്ളിടത്താണോ? മാർക്കറ്റ് പവർ ഉള്ളിടത്ത്. അവിടെ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കാരണം ഒറ്റ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എത്ര വേണേലും പ്രൈസ് വെക്കാൻ പറ്റും അവിടെ. അതുകൊണ്ട് അവിടെ ആയിരിക്കും ഇവിടെ എന്ത് കൂടുതൽ? പ്രൈസ് ഹയർ ആയിരിക്കുന്നതും ഔട്ട്പുട്ട് ലോവർ ആയിരിക്കുന്നതും. കാരണം അവർക്ക് എത്ര പ്രൈസ് വേണം ചാർജ് ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് യൂണിറ്റ് വിറ്റിട്ട് കൂടുതൽ പ്രൈസിന് വിട്ടിട്ട് അവർക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം market power can cause markets to be inefficient because it keeps price higher and output lower than the outcome of equilibrium supply and demand. Equilibrium supply and demand ഉണ്ടാവേണ്ടിടത്ത്, അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഉണ്ടാവേണ്ടിടത്ത് നിന്നും എന്ത് കുറവായിരിക്കും? ഔട്ട്പുട്ട് കുറവും പ്രൈസ് കൂടുതലായിരിക്കും മാർക്കറ്റ് പവർ ഉള്ള ഒരു എക്കണോമിയിൽ. ഓക്കെ ആണോ? മാർക്കറ്റ് പവറിനെ കുറിച്ച് നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. എങ്ങനെ മാർക്കറ്റ് പവർ എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് എ ടു പ്രോഫിറ്റബിളി റൈസ് മാർക്കറ്റ് പ്രൈസ് ഗുഡ് ഓർ സർവീസ് ഓവർ ഇറ്റ്സ് മാർക്കറ്റ് കോസ്റ്റ്. അവര് പിന്നെന്ത് പറയും? അവരായിരിക്കും പ്രൈസ് മേക്കേഴ്സ്. പിന്നെ മാർക്കറ്റ് പവർ എങ്ങനെ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും? അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ഔട്ട്പുട്ട് കുറവും പ്രൈസ് കൂടുതലും ആയിരിക്കും ചാർജ് ചെയ്യുന്നത് മാർക്കറ്റ് പവർ ഉള്ളത്. അങ്ങനെയാണ് അത് മാർക്കറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ.